want to think faster and talk smarter, then this video is for you. Hi guys, എൻ്റെ പേര് നീതു ഫ്രാൻസിസ് ഫ്രം ഇംഗ്ലീഷ് പഠിക്കാം. ഞാനിവിടെ ഇൻ്റർവ്യൂ കമ്മ്യൂണിക്കേഷന് കോച്ചിങ് കൊടുക്കുന്നുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് എങ്ങനെയാണ് നന്നായി സ്പീഡായിട്ട് തിങ്ക് ചെയ്യാനും സ്മാർട്ടറായിട്ട് സംസാരിക്കാനുള്ള ടിപ്സാണ് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ പറഞ്ഞുതരാൻ പോകുന്നത്. ആദ്യത്തെ സ്റ്റെപ്പാണ് യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് എല്ലാവർക്കും ഓൺ ദ സ്പോട്ട് സ്പീക്കിംഗ് ചെയ്യുമ്പം കുറച്ചൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. ബട്ട് നിങ്ങൾക്കൊരു റൈറ്റ് പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആയിട്ട് സ്പീക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ പ്രിപ്പയർ ചെയ്യാതെ സഡനായിട്ട് സ്പീക്ക് ചെയ്യാൻ പറഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ ബ്ലാങ്ക് ആവും, വേർഡ്സ് വോണ്ട് കം ടു അവർ മൈൻഡ്, നമ്മുടെ ഹാർട്ട് ഫാസ്റ്റായിട്ട് ബീറ്റ് ചെയ്യാൻ തുടങ്ങും. ഇതൊക്കെ നോർമലായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ നിങ്ങളൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം മനസ്സിലാക്കണം. നമുക്കൊരു റൈറ്റ് പ്ലാൻ ഉണ്ടെങ്കിൽ ഈ നെർവസ്നെസ് ഒക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. എക്സാമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ 1, നിങ്ങൾ ഡീപ്പ് ബ്രീത്തിങ് എക്സസൈസ് പ്രാക്ടീസ് ചെയ്താൽ നിങ്ങളുടെ ഹാർട്ട് ബീറ്റൊക്കെ പെട്ടെന്ന് ഫാസ്റ്റായിട്ട് അടിക്കലൊക്കെ കുറയും, നിങ്ങളുടെ മൈൻഡ് ഒന്ന് കാം ആവും. പിന്നെ യൂസ് സിമ്പിൾ സെൻറ്റൻസസ്, വലിയ വൊക്കാബുലറി യൂസ് ചെയ്യാണ്ട് യൂസ് സിമ്പിൾ സെൻറ്റൻസസ്. ആൻഡ് തേർഡ് വൺ ഇസ് ഡോണ്ട് ബി സ്കെയർഡ് ഓഫ് മേക്കിംഗ് മിസ്റ്റേക്സ് എല്ലാവർക്കും വരും, അത് ഓക്കെയാണ്. ഇത് നിങ്ങൾ റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്താൽ നിങ്ങളുടെ കോൺഫിഡൻസ് ലെവലൊക്കെ സ്ലോലി ആയിട്ട് ബിൽഡാവും. പിന്നെ നിങ്ങൾക്ക് ഓൺ ദ സ്പോട്ട് സ്പീക്കിംഗ് ചെയ്യുമ്പം കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നും നിങ്ങൾക്ക്. സോ ഇറ്റ്സ് നോട്ട് അബൌട്ട് ബീയിങ് പെർഫെക്റ്റ്, ഇറ്റ്സ് അബൌട്ട് സ്റ്റാർട്ടിങ് ആൻഡ് ഇംപ്രൂവിങ് എവറി ഡേ. നമ്പർ 2, think about how you speak and judge people. Use every situation as a chance to connect and work together. എന്ന് വെച്ചാൽ നമ്മൾ സ്പീക്കിംഗ് ചെയ്യുമ്പോൾ നമ്മളെ തന്നെ ജഡ്ജ് ചെയ്യരുത്. എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ മിസ്റ്റേക്ക് വരുത്തും. പകരം നിങ്ങൾ ഇങ്ങനെ വിചാരിക്കണം, ഞാൻ പഠിക്കുന്നു, ഞാൻ ഇംപ്രൂവ് ചെയ്യുന്നു, അങ്ങനെ വേണം നിങ്ങൾ വിചാരിക്കാൻ. ഇതുപോലെ നമ്മൾ മറ്റുള്ളവരെയും ജഡ്ജ് ചെയ്യരുത്. എല്ലാവരും ലേണിംഗ് സ്റ്റേജിലാണ്. കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ചാൽ അത്ര വില പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് നിങ്ങളൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണണം. അതായത് പുതിയ ആൾക്കാരെ കണക്റ്റ് ചെയ്യാനും നിങ്ങളുടെ ഐഡിയാസൊക്കെ ഷെയർ ചെയ്യാനും കൊളാബറേറ്റ് ചെയ്ത് ഗ്രോ ചെയ്യാനും ഇതൊക്കെ അങ്ങനെ വേണം നിങ്ങൾ വിചാരിക്കാൻ. സോ നെക്സ്റ്റ് ടൈം നിങ്ങൾ സ്പീക്ക് ചെയ്യുമ്പം നിങ്ങൾ ഫിയറിൽ ഫോക്കസ് ചെയ്യാതെ കണക്ഷനിൽ കൂടുതൽ ഫോക്കസ് കൊടുക്കുക. നമ്മളെ തന്നെ പെർമിഷൻ കൊടുക്കണം ന്യൂ മൈൻഡ് സെറ്റ് അഡോപ്റ്റ് ചെയ്യാനും റിസ്ക് എടുക്കാനും പിന്നെ മിസ്റ്റേക്കിനെ വേറെ ലെവലിൽ കാണാനും വേറെ ആംഗിളിൽ കാണാനും. യൂഷ്വലി നമ്മൾ എന്താ വിചാരിക്കുക, ഒരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ ചെയ്ത് തെറ്റിപ്പോയി, എന്നെ കൊണ്ട് പറ്റില്ല, ഇതൊക്കെയല്ലേ നിങ്ങൾ വിചാരിക്കുക. പക്ഷെ അങ്ങനെയല്ല, മിസ്റ്റേക്ക് വന്നാൽ അതൊരു മിസ്റ്റേക്ക് ആണെന്ന് നിങ്ങൾ വേണം വിചാരിക്കാൻ. ഇപ്പോൾ ഒരു സിനിമയിൽ ഒരു സീൻ തെറ്റായി കഴിഞ്ഞാൽ ഡയറക്ടർ എന്താ പറയുക, നമുക്ക് ഒന്നും കൂടി ഒരു ടേക്ക് എടുക്കാം എന്ന് വെച്ചാൽ അങ്ങനെയല്ലേ പറയാം. അതുപോലെ തന്നെ ലൈഫിൽ നമ്മൾ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വരുത്തി കഴിഞ്ഞാൽ, നമ്മൾ സംസാരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമുക്ക് ഒന്നും കൂടി ഒരു ചാൻസ് ഉണ്ട്, നമുക്കത് പിന്നെയും ശരിയാക്കാൻ പറ്റും. അതുകൊണ്ട് നാം ഫെയിലായി പോയെന്ന് ഒരിക്കലും വിചാരിക്കരുത്. സോ മിസ്റ്റേക്കിനെ നിങ്ങൾ ഒരു ലേണിംഗ് ആയിട്ട് കാണണം. ബിക്കോസ് എവറി മിസ്റ്റേക്ക് ഇസ് എ സ്റ്റെപ്പ് ക്ലോസർ ടു സക്സസ്. 4-ാമത്തെയാണ് വി മസ്റ്റ് ഡീപ്ലി ലിസൺ ടു വാട്ട് അതേഴ്സ് ആർ സേയിങ് ആൻഡ് അറ്റ് ദ സെയിം ടൈം ട്രസ്റ്റ് അവർ ഇന്നർ വോയിസ്. നമ്മൾ എല്ലാവരും കരുതുന്നത് എന്താ, ഫാസ്റ്റായിട്ട് സംസാരിച്ചാൽ മതി നല്ല സ്മാർട്ട് കമ്മ്യൂണിക്കേഷൻ തോന്നാൻ. പക്ഷേ ട്രൂത്ത് എന്താണ്, സ്മാർട്ടായിട്ട് സംസാരിക്കണമെങ്കിൽ നിങ്ങൾ നന്നായിട്ട് കേൾക്കണം, ഒരാൾ പറയണത് നന്നായി കേൾക്കണം. നമ്മൾ മെജോറിറ്റി ടൈം എന്താ ചെയ്യുന്നത്, മറ്റുള്ളവർ പറയണ വേർഡ്സാണ് നമ്മൾ കേൾക്കുന്നത്. ബട്ട് റിയൽ ലിസണിങ് എന്താണ്, അവർ പറയുന്നത് നമ്മൾ മീനിങ് മനസ്സിലാക്കുന്നില്ല. നിങ്ങൾ ഡീപ്പായി കേട്ടാൽ മാത്രമാണ് നിങ്ങൾക്ക് മൈൻഡ് പെട്ടെന്ന് പ്രോസസ്സ് ചെയ്തിട്ട് റിപ്ലൈ പെട്ടെന്ന് വരുള്ളൂ. അതാണ് തിങ്ക് ഫാസ്റ്റർ ആൻഡ് ടോക്ക് സ്മാർട്ടർ. എല്ലാവർക്കും ഉള്ളിലൊരു ഇന്നർ വോയിസ് ഉണ്ട്. അത് നിങ്ങളെ കോൺഫിഡൻസും ചെയ്യും, നിങ്ങൾക്ക് കോൺഫിഡൻസും തരും, നിങ്ങളെ ഗൈഡും ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഞാൻ നിങ്ങൾക്കൊരു ഇൻ്റർവ്യൂയുടെ ഒരു സിറ്റുവേഷൻ പറയാം. ഒരു ആവറേജ് പേഴ്സൺ ഇൻ്റർവ്യൂവിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പം ആൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായില്ലെങ്കിൽ ആൾ അവിടെ കിടന്ന് കൺഫ്യൂസ്ഡ് ആവും, ആൻസർ പറയാൻ കിട്ടത്തില്ല. പക്ഷെ ഒരു കോൺഫിഡൻറ്റ് പേഴ്സൺ ആണെങ്കിൽ ആൾ ഇൻ്റർവ്യൂവർ പറയണത് ക്ലിയർ ആയിട്ട് ലിസൺ ചെയ്ത് ആ ക്വസ്റ്റ്യൻ മനസ്സിലാക്കി 2 സെക്കൻഡ് ആലോചിച്ചിട്ടാണ് ആൻസർ പറയണത്. അതാണ് പറയുന്നത് തിങ്ക് ഫാസ്റ്റർ ആൻഡ് സ്പീക്ക് സ്മാർട്ടർ. സോ റിമെമ്പർ എവ്രി വൺ, നിങ്ങൾ തിങ്ക് ഫാസ്റ്റർ ആവണമെങ്കിൽ നിങ്ങളൊരു ബെറ്റർ ലിസണർ ആവണം. അതുപോലെ തന്നെ ടോക്ക്
ടോക്ക് സ്മാർട്ടർ ആവണമെങ്കിൽ നിങ്ങളുടെ ഇന്നർ വോയിസ് ട്രസ്റ്റ് ചെയ്യണം. അഞ്ചാമത്തെയാണ്, നിങ്ങൾ എപ്പോഴും ഒരു കാര്യം പറയുമ്പം സ്റ്റോറി ഫോർമാറ്റിൽ വേണം പറയാൻ. അപ്പം നിങ്ങളുടെ ഐഡിയാസൊക്കെ ഒന്നും കൂടി ക്ലിയർ ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും, മറ്റുള്ളവർക്ക് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുകയും ചെയ്യും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ അടുത്ത് ഒരു ഐഡിയ പറയുകയാണ്, അതൊരു ഫാക്ട്സ് മാത്രം പറയുകയാണെങ്കിൽ അത് ഭയങ്കര ബോറിംഗ് ആയിട്ട് തോന്നും. ഇൻസ്റ്റഡ് നിങ്ങളൊരു സ്റ്റോറി ആയിട്ട് പറയുകയാണ്. ഇപ്പോൾ ഒരു പയ്യനുണ്ടായിരുന്നു, അവൻ പല പ്രാവശ്യം ഫെയിലായി, എന്നിട്ട് അവൻ അത് സക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തു, അങ്ങനെ പറയുകയാണെങ്കിൽ അത് കുറച്ചും കൂടി ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും. സിക്സ്ത് ആൻഡ് ദ ലാസ്റ്റ് ടിപ്പാണ്, വി ഷുഡ് മേക്ക് പീപ്പിൾ ഫോക്കസ് ഓൺ ദ മെയിൻ ഐഡിയ ഓഫ് വാട്ട് വി ആർ സെയിങ്. നമ്മൾ പറയണ കാര്യങ്ങൾ നല്ല ഷോർട്ട് ആൻഡ് ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിരിക്കണം. അത് ആൾക്കാർ നമ്മൾ പറയണ കാര്യങ്ങൾ അവർ നന്നായി ലിസൺ ചെയ്യുകയും വേണം. ഹാവ് യു എവർ വണ്ടേർഡ്, നിങ്ങൾ കുറേ പേര് സ്പീച്ച് പറയണ കേൾക്കുന്നുണ്ടാവും, പക്ഷേ അത് നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല. അതെന്താ കാരണം? അവർ കുറേ കാര്യങ്ങൾ ചുറ്റിക്കറങ്ങിയാണ് സംസാരിക്കുക. ദേ ഡോണ്ട് സ്പീക്ക് ടു ദ മെയിൻ പോയിൻറ്റ്. അപ്പം നിങ്ങൾ മെയിൻ പോയിൻറ്റ് ഫോക്കസ് ചെയ്യണം എപ്പോഴും, നീട്ടി വലിക്കാതെ ഷോർട്ട് ആൻഡ് ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിരിക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഈ 6 സ്റ്റെപ്സ് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ യൂസ് ചെയ്യുക. ഒരിക്കലും പേടിക്കേണ്ട ആവശ്യമില്ല ഓൺ ദ സ്പോട്ട് സ്പീക്കിംഗ് ചെയ്യുമ്പോൾ. ഞാൻ ഇതിൻ്റെ ഒരു ഷോർട്ട് റീൽ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് എവരിവൺ.